ഹായ്. നമ്മൾ ഇന്നുള്ളത് കൊച്ചിയിലാണ്. അതായത് നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നു. ഇനി ഇവിടുന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോവുക. അതിന് മുമ്പായിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ എണീച്ച് റെഡിയായി പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് മഴ. ആക്ച്വലി നമ്മൾ കൊച്ചി ഒന്ന് ജസ്റ്റും കൂടെ ഒന്ന് കറങ്ങിയിട്ട് കുറച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴ കാരണം ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. സോ നമുക്ക് കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലം പോകാൻ പ്ലാൻ ഉണ്ട്. സമീപമായി വരുന്നേ ഉള്ളൂ, എല്ലാവരും റെഡിയായി വരുന്നേ ഉള്ളൂ. ഓക്കെ. സോ ചെറിയ മഴ, ചെറിയ മഴയല്ല, നല്ല മഴയുണ്ട്. സോ നമുക്കിവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ ചായ കുടിക്കാം. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ശരവണവനിൽ ഫുഡ് കഴിക്കാം. എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, ലുലു മാളിലേക്ക് വന്നിട്ടുള്ളത്. സോ ഗെയിമിംഗ് സെൻറ്റർ കയറി. സോ ഇങ്ങനെ ഒരു ചെക്കൻ മാത്രം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സോ നമുക്കിനി ഇവിടുന്ന് ഫുഡ് കഴിക്കൽ ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കും, ചിലപ്പം നോക്കണം എങ്ങനെയാണ് കാര്യങ്ങൾ. സോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഫുഡ് സ്പോട്ടെല്ലാം നോക്കുക, അത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം. ഞാനും അമ്മതും അവരെല്ലാം ഫഹദും വിഷ്ണുവും ഉണ്ട്. അവരെ നമ്മൾ കയറാൻ പോവുക. സോ അവരപ്പുറം ഉണ്ട്, അവരെ ഇനി വിളിച്ചിട്ട് വരണം. സോ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. സമയം നമ്മൾ കാർഡ് എടുക്കുകയാണ്, അതായത് മമ്മത് പൈസ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ പലതരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാർഡ് കിട്ടി. ഈ നേരെ പോയി കയറണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫൺ മാക്സ്, ഇതാണ് സാധനം. ഗെയിം കളിക്കാൻ പറ്റും. സോ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. നമ്മൾ നേരെ ലുലുന്ന് ഇറങ്ങി നേരെ കടമക്കുടിയേക്ക് വെച്ച് പിടിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി സമയം ലേറ്റായി. കാരണം എന്ന് വെച്ചാൽ നാട്ടിലേക്ക് എത്തണം വേഗം. അതായത് നാളേക്ക് മുന്നേ, അതായത് നാളെ രാവിലെ നാട്ടിലേക്ക് എത്തണം. അതിന് പോയിട്ടൊരു അർജൻറ്റ് കാര്യമുണ്ട്. അപ്പം നമ്മൾ വേഗം കടമക്കുടി പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കടമക്കുടി എത്തി അങ്ങോട്ട് നടക്കണം. നടന്നിട്ട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. സോ അവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങൾ എടുക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ട് നടക്കാം. കടമക്കുടി എത്തി. നല്ല രസമുണ്ട് കാണാം, പ്ലേസൊക്കെ അടിപൊളിയാണ്. 2-3 ചേട്ടന്മാരിവിടെ മീനും കൊണ്ടിരുന്നു. ഫഹദും നമ്മളിവിടെ കണ്ടോ ഒരു കട പോലെ ആക്കിയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നല്ലൊരു വ്യൂ. അപ്പം നമ്മൾ കടമക്കുടീൻ്റെ ഒരു പ്രധാന വ്യൂ സ്പോട്ടിലേക്കാണ് ഇപ്പം പോകുന്നത്. ഓക്കെ, ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, ഇവിടെ പിന്നെ ജിമ്മെല്ലാം ഉണ്ട്. ഏത് അപ്പം ഇവർ മുന്നിൽ നടന്നു പോകുന്നുണ്ട്, നമ്മൾ ബാക്കിൽ നടന്നു പോകും. ഇവിടെയാണ് പ്രധാന സ്പോട്ട്. ബോട്ടെല്ലാം പോകുന്ന നോക്കി. ഓക്കെ, നടന്നു പോവുക. സോ നല്ല അടിപൊളി വ്യൂവിലെ ഒരു സ്ഥലം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ കടമക്കുടിയിലെ ഒരു വരമ്പത്തോട് ഇങ്ങനെ നടന്നു പോവുക. അതായത് ഇതാണ് മെയിനായ സ്പോട്ട് എന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നേരെ പോകാം അങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ചായക്കട, എല്ലാവരും ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ചായയോ കടിയോ പറയാം. ഓക്കെ, ആയിരിക്കും നല്ലേ. പിന്നെ ഇവിടെ ബോട്ട് യാത്രയുണ്ട്, ഉണ്ടോ? ഓക്കെ, സോ നോക്കാം. അത് ചായയെല്ലാം കുടിച്ച് ഇവിടുന്ന് വിടുവാണ്. കാരണം എന്ന് വെച്ചാൽ മഴ, നല്ല വ്യൂവും കാര്യങ്ങളായിരുന്നു, പക്ഷെ മഴ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. സോ അതിൻ്റെ അപ്പുറമാണ് ആ വീട് വരുന്നത്, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ചളിയാണ്, നല്ല ചളിയാണെന്ന് വെച്ചാൽ നല്ല ചളിയാണ്. സോ അതുകൊണ്ടാണ് കടമക്കുടിയിലും കഴിഞ്ഞ് നേരെ പോവുക, ഡയറക്റ്റ് ഹൈവേയിൽ തന്നെ വിടുക. ഓക്കെ, സോ നമ്മളിനി എവിടെയെങ്കിലും നിർത്തും എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. അങ്ങനെ നമ്മൾ ആഞ്ഞ് പിടിച്ച് കോഴിക്കോടെത്തി. അപ്പം ഏകദേശം 9:30 മണിയായി എത്തുമ്പം. സോ നമ്മളിവിടെ മോസോണിൽ ഫുഡ് കഴിക്കാം, നല്ല മന്തി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നേ. എടാ ഇത്രയും തിരക്കാ. സോ നല്ല തിരക്കാന്ന് ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മളെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. സോ ഇവിടെ നല്ല തിരക്കായി ഹോട്ടലൊക്കെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. അതായത് ഇവിടെയും കൂടെ കറങ്ങിയിട്ടൊന്ന് ലാസ്റ്റ് കറങ്ങൽ ഇവിടെ കൂടെ കറങ്ങിയിട്ടൊന്ന് വീട്ടിലേക്ക് നേരെ തിരിച്ചു പോകും. ഇതായിരിക്കും നല്ല.
സോ കോഴിക്കോട് വീട്ടിൽ നല്ല തിരക്കുണ്ട് ബീച്ച്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ബീച്ചിലെല്ലാം പോയി നേരെ തിരിച്ച് വിടലായി. അപ്പം ഈ ട്രിപ്പ് കഴിഞ്ഞു അല്ലേ? ഇനി എല്ലാവരും നേരെ വീട്ടിലേക്ക്. വിഷ്ണു ഉണ്ട് ഇവിടെ, മുഹമ്മദ് ഫഹദും ഉണ്ട്. ഇനി എല്ലാവരും നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ജസ്റ്റ് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം 1:40 സമയം. നമ്മൾ പെട്രോൾ പമ്പിലാണ് ഉള്ളത്. പെട്രോൾ അടിച്ച് നേരെ വിടല്ലേ. അയ്യോ കണ്ണൂരെത്തി. മഴയത്ത് കളിയാണ്. അപ്പം നമ്മൾ 5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വിഷ്ണു പോവാണ്. സോ ഇപ്പം ഏകദേശം സമയം 3:15. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു മഴയും കിട്ടി. നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രിപ്പ് എടുത്ത് ഇവർ പോവാണ്. സോ ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ സോ അടുത്തൊരു വ്ളോഗായിട്ട് നടക്കാം. സോ ബൈ ടാറ്റാ, ബൈ 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 ബൈ.